തകർത്തു പെയ്യുന്ന മഴ പോലെയാണ് ജീവിതം. തോർന്നു കഴിയുമ്പോൾ ഒരു ചെറിയ കുളിര് മാത്രമേ അത് അവശേഷിക്കൂ. എൻ്റെ പേര് പണ്ടൊരു ഓട്ടോക്കെ ഉണ്ടായിരുന്നു. അല്ല, ചെറിയ കൂലിപ്പണിക്കാണ്. ഇപ്പോൾ മേസ്തിരി പണിയുണ്ട്. എൻ്റെ നിക്കാഹ എൻ്റെ ജീവൻ തൊളിച്ചത്. കുടിയും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ആലോചനയൊക്കെ അങ്ങ് പോയി. പിന്നീട് വന്ന് നിക്കാഹും നടന്നു. പലവിടെയും പലതും നടക്കുന്നുണ്ട്, ഒളിച്ചോട്ടം അങ്ങനെ പലതും. പക്ഷെങ്കിൽ എൻ്റെ കാര്യത്തിലാവുന്നല്ല നടന്നു. ഓളൊരു പെണ്ണല്ല, ഹിജഡയാ. എല്ലാവരും പണിക്കിറങ്ങാൻ പോകുമ്പോൾ സഹിക്കില്ല. അത്രയ്ക്ക് എല്ലാവരും കൂടെ നശിപ്പിച്ച് ഒന്നും ഇല്ലാണ്ടാക്കി തന്നെ. ഇവിടെ തകർത്തത് എൻ്റെ ജീവിതമല്ല, എൻ്റെ കുടുംബ തകർത്തതാ എല്ലാവരും കൂടെ. എൻ്റെ പേര് ആ ഒരു ദിവസം ഇപ്പോഴും കണ്ണിലുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. പോസിറ്റീവായി HIV. തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു. ജോലി എല്ലാം ഇറങ്ങാൻ പറ്റുന്നില്ല. ചോദ്യങ്ങൾ മാത്രം. എന്റെ ജീവിതത്തിലെ ആ ഒരു നിമിഷം മരിക്കുന്നവരെ ജീവിക്കാൻ ഒരു ഇടം തന്നാൽ മതി. എൻ്റെ പേര്, എനിക്ക് ക്യാൻസർ ആയിരുന്നു എന്നല്ല, ആണ്. കുറേയൊക്കെ മാറി, ഇപ്പോൾ ഭേദമുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോൾ റൂട്ടിലേക്ക് ഇറങ്ങിയാലും ആൾക്കാർക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ഇപ്പം എങ്ങനെയുണ്ട്. അത് മതി. അതിൻ്റെ കൂടെ കുറേ സിമ്പത്തിയുടെ സെന്റിമെന്റ്സ്. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടെ അതന്നെ എല്ലാവരും കുത്തി ഓർമ്മിപ്പിക്കും. ഒരു ക്രിക്കറ്റ് താരത്തിന് ഇതേ രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ എതിരെ പറയുകയല്ല, പക്ഷെ അദ്ദേഹത്തിന് ചെലവാക്കിയ അമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അതേ രോഗബാധിതരുള്ള ഒരുപാട് പേർക്ക് മരുന്നെത്തിക്കാമായിരുന്നു. അതും വേണ്ട, അദ്ദേഹത്തിന് കിട്ടിയ ട്വീറ്റ്സിന് പോലും കണക്കില്ല. ഒരു കൈ നീട്ടി കൊടുത്തിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപാട് പേർക്ക് സാധിക്കുമായിരുന്നു. എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ആക്കി. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ, ഞാനൊരു സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവൻ എന്നെ പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാനം എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങേണ്ടി വന്നു. ആ മോശമായ ആ തൊഴിലിന് ഞാൻ ഇറങ്ങേണ്ടി വന്നു. അവസാനം എന്റെ തലയിൽ എല്ലാവരും കൂടി ആ പേര് ചാർത്തി തന്നു. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ ഹരീന്ദ്രൻ. ഇവിടെ എത്തുന്നവരെ ഇതെനിക്കൊരു ഡോക്യു ഫിക്ഷൻ ഫിലിം മാത്രമായിരുന്നു. ഇവിടെ വന്നു, ചിലരൊക്കെ കണ്ടു, ചിലതൊക്കെ കേട്ടു. ടാഗഡായ വ്യക്തികളുടെ മനോവികാരം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു പങ്കാളിയാണ്. ഒരു മാറ്റം അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അത്യാവശ്യമാണ്. നന്ദി. ഇവരുടെ എല്ലാം ജീവിതം കാണുമ്പോൾ നെയ്പായസം എന്ന കഥയിലെ
മാധവിക്കുട്ടിയുടെ ഈ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. സത്യത്തിന് ഒരു ദിവസം കൂടി കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ. ലെറ്റ് ദ ട്രൂത്ത് ഹാവ് ദ പേഷ്യൻസ് ടു ഹോൾഡ് ഇറ്റ് ഫോർ വൺ മോർ ഡേ.